എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. ദേ ഇതുപോലെ കുറച്ച് കല്ലൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ചെയ്ത് നോക്കണം. എന്തായാലും ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡ് അല്ലേ, അപ്പോൾ ഒരുപാട് സമയമൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു ഐഡിയയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ എടുക്കുക. ഇതിപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ, നമ്മൾ പയറും പരിപ്പൊക്കെ ഇട്ട് വയ്ക്കുന്ന അങ്ങനത്തെ ഒരു കണ്ടെയ്നറോ അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുള്ള പഴയ ബോക്സോ എന്തായാലും മതി. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറിലാണ് ഞാൻ ഈ ഓരോ കല്ലുകളും സ്റ്റിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഫെവിക്കോളോ ഫെവിബോണ്ടോ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഫെവിക്കോളോ ആകുമ്പോൾ കുറച്ച് സമയം ഇങ്ങനെ പിടിച്ച് നിൽക്കണം, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വേഗം വേഗം ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അധികവും ഗ്ലൂ ഗൺ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഫെവിക്കോളാണെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയിട്ട് പിന്നെ തിരിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ, കാരണം അപ്പോഴേക്കല്ലേ ഇത് ഉണങ്ങുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചു വയ്ക്കുമ്പോൾ കല്ലൊക്കെ താഴെ വീഴും. അപ്പോൾ ഏതായാലും അത് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രയ്ക്കും തിക്കായിട്ട് അടുപ്പിച്ച് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്കും ഭംഗി കൂടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് എല്ലാം സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്ലൂ ഗൺ കൂടാതെ ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഈ കല്ലുകൾ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 കളറാണ് എടുക്കുന്നത്, ഒന്ന് ബ്ലാക്കും അതുപോലെ തന്നെ ക്രീം കളറും അക്രിലിക് കളറ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിതൊന്ന് കളർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലാക്ക് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലാക്ക് അടിച്ചിട്ട് അത് ഉണങ്ങിയിട്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് ക്രീം കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ ചിലപ്പോഴൊക്കെ മിക്സ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണ് പെയിൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഡബിൾ കളറായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു കളറ് ഉണങ്ങിയിട്ട് അടുത്ത കളർ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഭംഗിയുള്ളൊരു പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സോ ഒക്കെ ഇതിൽ ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ മണി പ്ലാന്റൊക്കെ ഇട്ട് വയ്ക്കാൻ നന്നായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വാർണിഷൊക്കെ അടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് പൊടിയൊന്നും പിടിക്കാതെ ഇത് ഇങ്ങനെ തന്നെ വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീട്ടിലെല്ലാവരും ഇരിക്കുന്ന സമയമല്ലേ ഇത്, ഒരുപാട് ഫ്രീ ടൈമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. വീട്ടിൽ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്